ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സണ്ണി തകേച്ചി. കഴിഞ്ഞ 14 വർഷമായി പാർലമെന്റ് അംഗമായി തുടരുന്ന 64-കാരിയായ തകേച്ചി ആഭ്യന്തരം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ മാസം 3-ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷയായി തകേച്ചി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടിയായ ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിയുമായി LDP പുതിയ സഖ്യം രൂപീകരിച്ച ശേഷമാണ് ഇന്ന് രാവിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത്. അധോസഭയിൽ 237 വോട്ടുകൾ നേടിയാണ് സനെ തകേച്ചിയുടെ വിജയം. 1993 ജന്മനാടായ നാരയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജപ്പാന്റെ പാർലമെന്റിന്റെ അധോസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തകൈച്ചിയുടെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. 1996 LDPയിൽ ചേർന്ന തകൈച്ചി 10 തവണയാണ് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഭ്യന്തരം, കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തിക സുരക്ഷ, ലിംഗസമത്വം തുടങ്ങി നിരവധി വകുപ്പുകളുടെ മന്ത്രിയായിട്ടുണ്ട്. കോബെ സർവകലാശാലയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ തകൈച്ചി ടെലിവിഷൻ അവതാരകയായും US കോൺഗ്രസിൽ കോൺഗ്രഷണൽ ഫെലോ ആയും തൊഴിലെടുത്തിട്ടുണ്ട്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണെങ്കിലും ലിംഗസമത്വത്തിൽ വിശ്വസിക്കാത്ത നേതാവാണ് തകൈച്ചി. കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ശിഷ്യയായ തകൈച്ചി ആബെയുടെ നയങ്ങൾ തന്നെയാകും പിന്തുടരുക. അടുത്തയാഴ്ച ജപ്പാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടാകും തകൈച്ചിയുടെ ആദ്യ നയതന്ത്ര കൂടിക്കാഴ്ച. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.